ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അതായത് ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെയൊക്കെ അല്ലെ നിങ്ങൾ പരസ്യത്തിൽ കാണുന്നത്, അല്ലെ? സത്യമല്ലേ? അപ്പം എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇനി അങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞാലും എല്ലാ കാലത്തും ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഡോക്ടറോ നഴ്സോ ലാബ് ടെക്നീഷ്യൻസോ ഒന്നും ഇവരെക്കാട്ടിലും കൂടുതൽ നിങ്ങളെ കൂടെ ഉണ്ടാവുന്നത് മറ്റാൾക്കാരാണ്. ആരൊക്കെയാണ് ഇവര്? നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾക്ക് വേണ്ട ആദ്യം തന്നെ തരാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാനും നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കി തരുന്നതും നമ്മളെ പോലുള്ള പ്രൊഫഷണൽസ് ആണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസില് നമുക്ക് ഷോർട്ട് ടേം കോഴ്സ് എല്ലാം ചെയ്തിട്ട് ഉയർന്ന സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്ലസ് ടു ഡിഗ്രിയോ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മാനേജ്മെന്റ് ഫീൽഡിലേക്കാണ് നിങ്ങൾ ഒരു ജോലി നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു മാനേജ്മെന്റ് കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു കോഴ്സിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അതോടൊപ്പം തന്നെ ജോലി സാധ്യതയുള്ളത് ഈ ഒരു കോഴ്സിനാണ്. സോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാനേജ്മെന്റ് ഫീൽഡിലോ, അതായത് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഫീൽഡിലോ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഫീൽഡിലോ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ HR ആയിട്ടോ അല്ലെങ്കിൽ PRO ആയിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിലോ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. മുമ്പത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു ജോബിന് പോകുന്ന സമയത്ത് അവരെ ഹയറിംഗ് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി അങ്ങോട്ടുള്ളവരെ മാത്രമായിരുന്നു ജോലിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം അവരെ ട്രെയിനിങ് ചെയ്ത് അവരെ അത് പഠിപ്പിച്ച് എന്നിട്ടാണ് അവരെന്താണ് കാപ്പബിൾ ആക്കിയതിനു ശേഷമാണ് ഈ ഒരു ജോലിയിലേക്ക് അവരെ ഇടുന്നത് തന്നെ. ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ മേഖലയിലും എല്ലാ ഫീൽഡിലും വളരെ വളരെ ബിസി ഷെഡ്യൂൾ ആണ്, എസ്പെഷ്യലി നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ. സോ ഒരു എംപ്ലോയീനെ റിക്രൂട്ട് ചെയ്തിട്ട് അവരെ ഇത് പഠിപ്പിച്ചെടുത്ത് 3 മാസം ട്രെയിനിങ് തന്ന് അതിനൊന്നും നേരമില്ല. സോ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ മേഖലയിൽ, നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ ഡിമാൻഡ് കൂടുതലുള്ളത്. അപ്പൊ ഈ കോഴ്സ് കഴിയുന്നവരെ റിക്രൂട്ട് ചെയ്യാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് പഠിപ്പിക്കണ്ട, നേരെ വർക്ക് തന്നാൽ മതി. അപ്പൊ നിങ്ങളും അതിന് തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവരെയും, ഈ കോഴ്സ് കഴിയുന്ന എല്ലാവരെയും എടുക്കാൻ ഹോസ്പിറ്റൽസും റെഡിയാണ്. പ്രത്യേകിച്ച് MNC കമ്പനീസ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബുക്ക് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ബുക്ക് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കുറെ നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവരെ നമ്മൾ എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അവര് നമ്മളെ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര സ്കിൽസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ മൾട്ടിപ്പിൾ സ്കില്ലുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞതുപോലെ തിയററ്റിക്കലായും പ്രാക്ടിക്കലായും നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഹയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഹയർ ചെയ്യുള്ളൂ. സോ നമ്മുടെ സ്കിൽസ് മാസ്റ്ററിൽ തിയററ്റിക്കലായും പ്രാക്ടിക്കലായും നിങ്ങളുടെ സ്കിൽസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ. സോ 4,950 രൂപ മാത്രം ഫീസ് അടച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം ബാക്കി ഫീസ് അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.